بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم لا تجعل مع الله إلها آخر فتقعد مذموما مخذولا അന്യ സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുള്ള അവാദ് സംസാരിച്ച വിഷയം വിശുദ്ധ ഫുർഖാൻ അദീമിൽ സൂറത്തുൽ ഇസ്രായിലെ 18 ആയത്തുകളിലൂടെ 17ഓളം വിഷയങ്ങൾ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തുടർച്ചയായി വിധി വിലക്കുകൾ ചർച്ച ചെയ്തതായ ഭാഗത്തെക്കുറിച്ചാണ്. ഖുർആനിൻ്റെ ശൈലിയിൽപ്പെട്ടതാണ്. പലപ്പോഴും പല നിയമാവലികളും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മൊത്തമായും വിശദമായും പലയിടങ്ങളിലായി നിരത്തി പരത്തി പറയുക എന്നത്. അതിൽ ഒന്നാണ് ഇവിടെ സൂറത്തുൽ ഇസ്രായിൽ നാം കാണുന്നതായ അത്ഭുത ശൈലി. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിധി വിലക്കുകൾ അടിമകളോട് ആഹ്വാനിക്കുന്ന ആ ശൈലിയിൽ തുടങ്ങി വെച്ചത് ആദ്യമായി വിശ്വാസപരമായ കാര്യമാണ്. അള്ളാഹു പറയുന്നു, ലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ നീ മറ്റൊരു ഇലാഹിനെ ആക്കരുത്. അള്ളാഹുവിനെ അല്ലാതെ നീ ആരാധിക്കരുത്. അള്ളാഹുവിനോടല്ലാതെ നീ പ്രാർത്ഥിക്കരുത്. അള്ളാഹു അല്ലാത്തതായ ഒരു ശക്തിയെയും വ്യക്തിയെയും നീ ഇലാഹാക്കരുത്. ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ അവകാശത്തെ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് അവരെ ഇലാഹാക്കി മാറ്റലായി. അപ്പോൾ അത് അങ്ങനെ വിശ്വസിച്ചോളണമെന്നില്ല, നിയ്യത്ത് ചെയ്തോളണമെന്നില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ടതായ അവകാശത്തെ സൃഷ്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കലാണ്. അള്ളാഹു പറയുന്നു, ലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹു അല്ലാത്തവരെ നീ ഇലാഹാക്കി മാറ്റുകയാണെങ്കിൽ ഫതഖഉദ മദ്മൂമൻ മഖ്ദൂല, നിന്ദ്യനായി നികൃഷ്ടനായി തീരുന്നതാണ് പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ. അതെ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്ന ആയത്താണ് തൊട്ട് റബ്ബുൽ ഇസ്സത്ത് സംസാരിക്കുന്നത്. അള്ളാഹുവിനുള്ളതായ അവകാശം ആരാധന നിറവേറ്റേണ്ടതുപോലെ നിറവേറ്റാൻ കൽപ്പിച്ചതിന് ശേഷം അത് അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ആർക്കും ആകരുത് എന്നും അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹുവിനോട് കൂടി പങ്കു ചേർക്കരുത് എന്നും അതിൽ സൂക്ഷ്മത പാലിക്കാനും അതിൽ നിർബന്ധം പുലർത്തുവാനും അഥവാ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് എന്നതിൽ നിർബന്ധം പുലർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ശേഷം പിന്നെ റബ്ബുൽ ഇസ്സത്ത് തുടരുന്നത്, നിന്റെ റബ്ബിനെ നീ ആരാധിക്കണമെന്ന് റബ്ബ് കൽപ്പിച്ച ശേഷം അള്ളാഹുവിന്റെ കൽപ്പനയാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം എന്നത്. അതെ, നാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന് നിറവേറ്റേണ്ടതായ അവകാശങ്ങൾ മുഴുവനും നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ ഭാഗമാണ് അള്ളാഹുവിനുള്ളതായ അവകാശത്തെ നിറവേറ്റാൻ വേണ്ടി കൽപ്പിക്കുന്നതോട് തന്നെ തുടർച്ചയായിട്ട് അതിനോട് തൊട്ടുകൊണ്ട് സംസാരിച്ചതായ മാതാപിതാക്കളുടെ അവകാശം. മാതാപിതാക്കളുടെ അവകാശം അത് വളരെ പ്രാധാന്യം നൽകുന്നതാണ് ഇസ്ലാമിൽ. ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അള്ളാഹുവിനുള്ള അവകാശം പറയുന്ന സ്ഥലത്താണ് മാതാപിതാക്കളുടെ അവകാശങ്ങൾ പലപ്പോഴും പറയാറുള്ളത്. അതിൽ നിന്നിട്ട് തന്നെ മനസ്സിലാക്കാം അത് ആ അവകാശത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത്. ഇതിൽ നാം അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മിൽ നിന്നിട്ട് നല്ലൊരു ശതമാനം വീഴ്ച ചെയ്യുന്നവരും അശ്രദ്ധരുമാണ് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ അവകാശത്തിന്റെ കാര്യത്തിൽ. ആ അവകാശങ്ങൾ നിർബന്ധമായും അവരെ നാം ആദരിക്കണമെന്നതും ബഹുമാനിക്കണമെന്നതും അവരുടെ കൽപ്പന പാലിക്കണമെന്നതും അവർക്ക് ഭൂമിയിൽ ചെയ്തു കൊടുക്കേണ്ടതായ മഅറൂഫായ സർവ്വ ഇഹ്സാൻ നന്മ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നതും ഒരു വ്യക്തിയുടെ നിർബന്ധ ബാധ്യതയാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ വരാൻ, ആ വ്യക്തി വരാൻ, മനുഷ്യൻ ഇവിടെ വരാൻ കാരണം തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹു കഴിഞ്ഞാൽ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി, അവരെ ദൂരെ നിർത്തി, അവരെ അവഗണിച്ച്, അവരെ ശകാരിച്ച്, അവരെ ആക്ഷേപിച്ച്, അവരെ ചീത്ത പറഞ്ഞ്
അവരെ തരം താഴ്ത്തി ജീവിക്കുന്ന ജീവിതം, നിന്ദ്യതയിലുള്ള ജീവിതവും നികൃഷ്ടതയുള്ള ജീവിതവും അധപ്പതനത്തിലേക്ക് എത്തിപ്പോകുന്നതായ ജീവിതവും ദുനിയാവിലും പരലോകത്തിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതായ മഹാപാപവുമാണ്, വൻദോഷമാണ് മാതാപിതാക്കളെ അവഗണിക്കുക എന്നത്. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. വളരെ ആകർഷണീയമായ ശൈലിയിൽ കൂടിയും അത്ഭുതത്തോടു കൂടിയും നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സാഹിത്യ ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു രൂപമാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്കുള്ള ബാധ്യതയും നിർവഹിക്കണമെന്ന് പറഞ്ഞ ശേഷം മാതാപിതാക്കൾ എന്നിട്ട് ആർക്കെങ്കിലും ഒരു പേർക്ക് ആദ്യം അവര് പ്രായമുള്ളവരായി മാറുകയാണെങ്കിൽ ഔ കിലാഹുമ അല്ലെങ്കിൽ രണ്ടുപേരും ഫലാ തഖുൽ ലഹുമാ ഉഫ് അവരോട് നീ ഛേ എന്ന പദം പോലും പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമ അവരെ നീ വെറുപ്പിച്ച് ആട്ടുന്നതായ ശൈലി ഉണ്ടാവരുത് അവരോട്. അതെ, വഖുൽ ലഹുമാ ഖൗലൻ കരീമ മാന്യമായ രൂപത്തിലുള്ളതായ വിനയത്തോടു കൂടിയുള്ളതായ സംസാരമാണ് അവരോട് സംസാരിക്കേണ്ടത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ അനുഗ്രഹീത ചിറക് അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം. അവരുടെ മുമ്പിൽ നീ വിനയത്തോടു കൂടിയായിരിക്കണം ഇരിക്കേണ്ടതും അവരോട് സംസാരിക്കേണ്ടതും. അവരെക്കാൾ ശബ്ദം പൊക്കാൻ പാടുള്ളതല്ല. അവര് ഇരിക്കുന്ന സമയം ഇരിക്കാതെ നാം ഇരിക്കാൻ പാടുള്ളതല്ല. അവരുടെ സദസ്സിൽ ഉണ്ടാവുന്ന സമയത്തിൽ നാം അവരെ അവഗണിക്കാൻ പാടുള്ളതല്ല. അവർ വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പന അനുസരിച്ച് നാം അള്ളാഹു അനുവദിച്ച ശൈലിയാണെങ്കിൽ ആ കൽപ്പന നാം ഫിറ്റാക്കുക തന്നെ വേണം, നടപ്പാക്കുക തന്നെ വേണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതെ, മാതാപിതാക്കൾ അഥവാ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാത്ത, ശിർക്ക് ചെയ്യുന്ന, നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാനും അള്ളാഹു അല്ലാത്തവർക്ക് ദർശാക്കുവാനും ബിദ്അത്തുകൾ ചെയ്യുവാനും തോന്നിവാസം ചെയ്യുവാനും അനാചാരം ചെയ്യുവാനും നമസ്കാരം ഉപേക്ഷിക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ വിധികളെ അവഗണിക്കാനും വിലക്കുകളെ അവഗണിക്കാനും കൽപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ആ കാര്യത്തിൽ അവരനുസരിക്കരുത്. പക്ഷേ അതേ സമയത്ത് അവർ മാതാവാണ്, അവർ പിതാവാണ് എന്ന രൂപത്തിലുള്ളതായ ബാധ്യത നിർവഹിക്കുന്നതിൽ, ഭൗതികമായ ബാധ്യത നിർവഹിക്കുന്നതിൽ, മഅറൂഫായ ബാധ്യത നിർവഹിക്കുന്നതിൽ നാം ഒരിക്കലും പിന്നിലാവാൻ പാടുള്ളതല്ല. നാം അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പോരാത്തതിന് അവർക്ക് വേണ്ടി അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് നാം പ്രാർത്ഥിക്കുകയും വേണം, പരലോക മോക്ഷത്തിന് വേണ്ടിയും മഗ്ഫിറത്തിന് വേണ്ടിയും. അതുപോലെ തന്നെ അള്ളാഹു അനുഗ്രഹിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ കൽപ്പിക്കുകയുണ്ടായി. അതെ, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. നിങ്ങളുടെ നാഥൻ അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ അവൻ അറിയുന്നുണ്ട്. ഇൻ തകൂനു സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. നിങ്ങൾ അഥവാ സജ്ജനങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ അകത്തുള്ളത് അള്ളാഹു അറിയും, പുറത്തുള്ളത് അള്ളാഹു അറിയും, രഹസ്യമായ കാര്യം അറിയും, പരസ്യമായ കാര്യം അറിയും. അപ്പോൾ നിങ്ങൾ സജ്ജനങ്ങളാണെങ്കിൽ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, അള്ളാഹിലേക്ക് അങ്ങേയറ്റം മടങ്ങുന്ന, തൗബ ചെയ്യുന്ന, പശ്ചാത്തപിക്കുന്ന ആ വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതും അവർക്ക് മഗ്ഫിറത്ത് ചെയ്യുന്നതും അവർക്ക് മാഫ് ചെയ്തു കൊടുക്കുന്നതും ആണ്. ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, പുറത്തു കൊടുക്കുന്ന ആളുമാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. എന്നിട്ട് അള്ളാഹു തുടരുന്നു, ആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ. അതെ, ആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി വലാ തുബദ്ദിർ തബ്ദീറ. നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് അവകാശങ്ങൾ നൽകണം. അതേ, നമ്മുടെ കൂടെ നമുക്ക് സഹകരണങ്ങൾ ചെയ്യാനുള്ളതായ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവിടെ നാം എല്ലായിടങ്ങളിലും മുന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അവശരുണ്ടെങ്കിൽ, കുടുംബത്തിൽ കഴിവില്ലാത്തവരുണ്ടെങ്കിൽ, അടുത്തവരിൽ കഴിവില്ലാത്തവരുണ്ടെങ്കിൽ അവരെയാണ് മുന്തിക്കേണ്ടത്, അവർക്കാണ് പരിഗണന നൽകേണ്ടത്. വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന സബീലി. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പൊതുവിലുള്ളതായ അവശരായ മിസ്കീന്മാർ, കഴിവില്ലാത്തവര്, അതുപോലെ തന്നെ വബ്ന സബീലി യാത്രക്കാര്, യാത്രയിൽ കഷ്ടപ്പെട്ടു പോയി പ്രയാസപ്പെടുന്നവര്, വലാ തുബദ്ദിർ തബ്ദീറ. ഇങ്ങനെ ചെലവഴിക്കുന്ന കാര്യത്തിലെല്ലാം ആവശ്യമുള്ളവരിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്കാണ് നാം സഹായിക്കേണ്ടത്, അവരോടാണ് നാം സഹകരിക്കേണ്ടത്, അവർക്കുള്ളതായ പ്രയാസങ്ങളെ നീക്കാനാണ് നാം
നാം പരിശ്രമിക്കേണ്ടത്, അക്കൂട്ടത്തിൽ നാം പരിഗണന നൽകേണ്ടത് കുടുംബക്കാരെയാണ് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു. അതെ, വലാ തുബദ്ദിറ തബ്ദീറ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നീ അനാവശ്യമാക്കരുത്, നീ വേസ്റ്റാക്കി കളയരുത്, നീ കൂടുതലാക്കി കളയരുത്, നീ അനാവശ്യമാക്കി കളയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. ഈ അനാവശ്യമാക്കുക എന്ന് പറയുന്ന ആ മഹാപാപം അഥവാ ഇസ്രാഫ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. അതിന്റെ അതേ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് തബ്ദീർ എന്ന ഇപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്ന ശൈലി. ഈ തബ്ദീർ, ഇസ്രാഫ് എന്ന ആ വേസ്റ്റ് ആക്കുക എന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുന്നതാണ്. കാരണം അത് പിശാചിന്റെ ജോലിയാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പിശാചുകളുടെ കൂട്ടുകാർ, പിശാചുകളുടെ സഹോദരന്മാരുടെ ജോലിയാണത്. എന്ത്? വേസ്റ്റ് ആക്കുക, ഇസ്രാഫാക്കുക, തബ്ദീർ ചെയ്യുക, അനാവശ്യമായി നാം ചെലവഴിക്കുക എന്നത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. പിശാച് അല്ലാഹുവിന് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്ന ആളാണ്. അങ്ങനെ നന്ദികേട് കാണിക്കുക എന്നത് നാം തബ്ദീർ ചെയ്യുമ്പോൾ, നാം വേസ്റ്റ് ആക്കുമ്പോൾ, നാം അമിതമാക്കുമ്പോൾ നമ്മിൽ നട്ട് വന്നു പോകും എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പഠിപ്പിക്കുന്നത്. വഇമ്മാ തുഅദന്ന അൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹാ ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ. വല്ലതും നിന്നോട് വല്ലതും ആവശ്യപ്പെട്ടുകൊണ്ട് വന്നാൽ നിന്റെ കൂടെ അവർക്ക് കൊടുക്കാനില്ലെങ്കിൽ, നിനക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നീ സമ്പാദിച്ചിട്ട് സഹായിക്കാം, അല്പം ഉണ്ടായതിന് ശേഷം സഹായിക്കാം, അല്പം കഴിഞ്ഞിട്ട് സഹായിക്കാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യരുത്? അവർ ആട്ടരുത്. മറിച്ച് എന്ത് വേണം? ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ. നല്ല വാക്ക് അവരോട് പറയേണ്ടതാണ്. വലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദ എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞതുപോലെ നിങ്ങൾ ധർമ്മം ചെയ്യുന്ന ധർമ്മത്തെ ഇടങ്ങേറാക്കൽ കൊണ്ടും ദ്രോഹിക്കൽ കൊണ്ടും എടുത്തു പറയൽ കൊണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെയുള്ളതായ ഒരു ശൈലിയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ തരാമെന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുകയും ചെയ്യുക എന്നല്ലാതെ, നല്ല ശൈലി അവരോട് ഉപയോഗിക്കുക എന്നല്ലാതെ അവരെ ആട്ടുകയോ അവരെ നിന്യപ്പെടുത്തുകയോ ചെയ്യരുത്. അത് ഒരിക്കലും പാടുള്ളതല്ല. അതുപോലെ തന്നെ അള്ളാഹു തുടരുന്നു, വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ. നിന്റെ കൈ നീ ലുബ്ധനായും കൊണ്ട് നിന്റെ പെരടിയിലേക്ക് കെട്ടപ്പെട്ടവനായി കെട്ടിയിട്ട രൂപത്തിൽ ആക്കി കളയരുത്. ആര് വന്നാലും ആരോടും നീ എത്ര തന്നെ കഴിവുള്ള ആളാണെങ്കിലും, നീ ചിലപ്പോൾ കോടീശ്വരനായിരിക്കും, നീ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളായിരിക്കും, നീ ബിസിനസ്സുകാരനായിരിക്കും, നിനക്ക് യുസുർ അല്ലാഹ് നൽകിയിട്ടുണ്ട്, എന്നാലും നീ കൊടുക്കുക എന്ന് നിനക്ക് പതിവില്ല. അങ്ങനെയുള്ള ലുബ്ധത എന്ന ആ മഹാരോഗം പിടിപെട്ട വ്യക്തി നീ ആണെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ നിന്ന് മോചിക്കാൻ. കാരണം അള്ളാഹു ഇവിടെ വളരെ ശക്തമായ ശൈലിയിലും ഭാഷയിലുമാണ് പറയുന്നത്. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത. നീ നിന്റെ പെരടിയെ നീ ചെലവഴിക്കുന്ന കാര്യത്തിൽ ലുബ്ധത കാട്ടരുത്. അതേ സമയത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ നീ ബസ്ത് ചെയ്യരുത്. അഥവാ നേരത്തെ അല്പം മുമ്പ് പറഞ്ഞതുപോലെയുള്ളതായ വേസ്റ്റ് ആകുന്ന രൂപത്തിൽ ആവശ്യമില്ലാത്തതായ കെട്ടിടങ്ങൾ, ആവശ്യമില്ലാത്തതായ സാധനങ്ങൾ, ആവശ്യമില്ലാത്തതായ വേസ്റ്റായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയും എന്നിട്ട് അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിലാക്കി മാറ്റുകയും ചെയ്യരുത്. അള്ളാഹ് ഇഷ്ടപ്പെടാത്തവരാണ് ഇസ്രാഫ് ചെയ്യുന്നവർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ആയത്തുകളിലൂടെ. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഫതഖഉദ മലൂമൻ മഹ്സൂറ. നീ ആക്ഷേപിക്കപ്പെടുന്നവനായി, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടവനായി, ഖേദിക്കുന്ന വ്യക്തിയായിട്ട് പരലോകത്തിൽ മാറുന്നതാണ്. നീ ചെലവഴിക്കുന്ന കാര്യത്തിൽ നീ ശരിക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇഷ്ടമുള്ളവർക്ക് സമ്പത്ത് നൽകുന്നു, ഇഷ്ടമുള്ളവർക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അതിലൊന്നും നിങ്ങൾ കൈക്കെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. ആർക്ക് സമ്പത്ത് നൽകണം, ആർക്ക് നൽകാതിരിക്കണം, ആർക്ക് എത്ര നൽകണം, ആർക്ക് കൂടുതൽ നൽകാതിരിക്കണം, ഇതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹു ചെയ്യുന്നു. അതിലൊന്നും നീ അസൂയ വെച്ചിട്ടോ അതിലൊന്നും നീ ചിന്തിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ടോ കാര്യമേ ഇല്ല. അള്ളാഹുവിന്റെ വിധി നടക്കും പോലെ നടക്കട്ടെ എന്ന് വെക്കുക. നിന്നെ കൊണ്ട് സാധിക്കുന്നത് നീ ചെലവഴിക്കുക, നിന്നെ കൊണ്ട് സാധിക്കുന്നതായ സൽക്കർമ്മങ്ങൾ നീ ചെയ്യുക. അത് നിന്റെ ബാധ്യതയാണ്. നിന്റെ അടുക്കലുള്ളതായ സമ്പത്ത്, ആ സമ്പത്തിന്റെ തോതനുസരിച്ചിട്ട്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. നിങ്ങളുടെ കുട്ടികളെ വധിച്ചു കളയരുത്. ഖശിയത ഇംലാഖ്. നിങ്ങൾ അവരിലൂടെ ഫക്കീറന്മാരായി പോകും, ദാരിദ്ര്യന്മാരായി പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ
നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത് സാധാരണ ചോദിക്കപ്പെടാറുള്ള ചോദ്യങ്ങളാണ്. കുട്ടികളില്ലാതിരിക്കാൻ അഥവാ പ്രസവം സ്റ്റോപ്പ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ സാധാരണ ചോദിക്കപ്പെടാറുണ്ട്. എന്റെ ഓർമ്മയിൽ ഒരാഴ്ച മുമ്പ് വരേക്കും ഈ ചോദ്യം വന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായ ഭാഷയിൽ ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞതാണ്. എന്ത് ഈ കുടുംബാസൂത്രം എന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചതല്ല. അള്ളാഹുവിന്റെ ജോലിയാണത്, അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണത്. അത് നാം ഏറ്റെടുക്കേണ്ട, നാം പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ വർദ്ധിച്ചാൽ, സന്താനങ്ങൾ വർദ്ധിച്ചാൽ നാം ഫക്കീറന്മാരായി പോകുമോ എന്ന പേടി, അത് നാം പേടിക്കേണ്ടതില്ല. പിന്നെ ഞാൻ പറയാറുണ്ട്, ഇവിടെ ഇസ്ലാമിൽ തഹദീദുൻ നസ്ലി എന്ന ഒരു ശൈലിയുണ്ട്. അഥവാ തഹദീദുൻ നസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നസ്ലിനെ തീരെ ഇല്ലാതെയാക്കുക എന്നത്. അത് ഇസ്ലാം വിരോധിച്ച ഭാഗമാണ്. തഹദീദുൻ നസ്ല് ഇസ്ലാം വിരോധിച്ചതായ ഭാഗമാണ്, പാടുള്ളതല്ല. പിന്നെ രണ്ടാമത്തെ ഇനം തദ്ലീമാണ്. തദ്ലീം എന്ന് പറഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കുക, നിയന്ത്രണം ഉണ്ടാക്കുക. പ്രസവത്തിൽ ഉദാഹരണത്തിന് ലൂപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ടോ ഗുളിക കഴിച്ചിട്ടോ, അതെന്തിനു വേണ്ടി? ഒന്നിച്ചടുത്തടുത്ത് കുട്ടികൾ ഉണ്ടാകുമ്പോൾ പ്രയാസമുണ്ട്, അവരെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, ഉമ്മാക്ക് ആരോഗ്യമില്ല, പാപ്പാക്ക് ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബുഖാരിയിൽ കാണുന്നു, കുന്നാ നഅ്സിലു വൽ വഹ്യു യൻസിൽ, ഞങ്ങള് സംയോഗം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ദ്രിയം തലസ്ഥാനത്തിലേക്ക് ഗർഭാശയത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പാടുപെടാറുണ്ടായിരുന്നു വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ എന്ന് സഹാബാക്കൾ പറയുന്ന ശൈലി സഹിഹ് ഹദീസിൽ ബുഖാരിയിൽ കാണാം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും തദ്ലീം എന്നത് വിരോധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അഥവാ തൽക്കാലമായിട്ട് കൊല്ലം പ്രസവിക്കുന്നതിന് പകരം അത് 2 കൊല്ലത്തിലൊരു പ്രാവശ്യം ആക്കി മാറ്റുക, ഉദാഹരണത്തിന്, അത് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അതേസമയത്ത് തഹദീദുൻ നസ്ൽ അതൊരിക്കലും അരുത്, പാടുള്ളതല്ല. അതേ പാടുള്ള മേഖലയുണ്ട്, ടൈമുണ്ട്. അതെപ്പോഴാണ്? അത് നമ്മുടെ ഭാര്യ ഇനി പേരിൽ പ്രസവിക്കുകയാണെങ്കിൽ ഭാര്യ മരണപ്പെട്ടു പോകും എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർമാര്, ഇനി നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് പ്രസവിക്കാൻ സാധിക്കുന്നതല്ല, ഭാര്യയുടെ ആരോഗ്യത്തിന് അപകടമാണ്, അതുകൊണ്ട് ഇനി പ്രസവം നിർത്തണമെന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അങ്ങനെ വിശ്വാസയോഗ്യവാന്മാരായ ഡോക്ടർമാർ അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രമല്ലാതെ തീരെ സ്റ്റോപ്പ് ചെയ്യുക, തീരെ നിർത്തുക, അത് പാടുള്ളതല്ല. അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇവിടെ ഖുർആൻ ചർച്ച ചെയ്തതായ കാര്യം അതെന്താണ്? ഈ സമ്പത്തില്ലാത്തത് കൊണ്ട്, ഒരാള് ഫക്കീറായതുകൊണ്ട് കുറെ കുട്ടികൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്താനങ്ങളെ കൺട്രോൾ ചെയ്യുവാനും ആ സന്താനങ്ങളെ ശ്രദ്ധിക്കുവാനും അവർക്ക് ഭക്ഷണം നൽകുവാനും ഉള്ളതായ സാമ്പത്തിക ശേഷി എനിക്കില്ലാതെ വന്നു പോകുമോ, ഭാവിയിൽ ഞാൻ ഫക്കീറായി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടല്ലോ. അത് കാരണത്താൽ പ്രസവം വേണ്ട എന്ന് വെക്കുക. അല്ലെങ്കിൽ കുട്ടികളെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ അറബികൾ ചില കബീലകൾ മാത്രം കൊല്ലാറുണ്ടായിരുന്നു പെൺകുട്ടികളെ. അങ്ങനെ കൊല്ലുന്ന സമ്പ്രദായം ഉണ്ടാവുക. അതാണ് ഈ ആയത്തിൽ ഉദ്ദേശിച്ചത്. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്ക് ഭക്ഷണം നൽകുന്നത് ഞാനാണ്, വഇയ്യാകും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, കുട്ടികളെ വധിക്കുക എന്നത് മഹാപാപമാണ് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്നു. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പവിത്രത നൽകി സൂക്ഷിക്കണം ചോരകളെ, മുസ്ലിങ്ങളുടെ മനുഷ്യന്മാരുടെ ചോരകളെ അവകാശമില്ലാതെ പിച്ച് ചിന്താൻ പാടുള്ളതല്ല, വധിക്കാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ പ്രസംഗമാകുന്ന ആ ഹജ്ജത്തുൽ വദാഇൽ വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തർജിഉ ബഅദി ളുല്ലാലാ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങൾ എന്റെ ശേഷം പരാക്രമികളായി മാറരുത്, പരസ്പരം അങ്ങുമിങ്ങും കഴുത്ത് വെട്ടുന്നവരായി മാറരുത് എന്ന് പറഞ്ഞതായ ആ വധിക്കുക എന്നത് അത് തീരെ അരുത്, പാടുള്ളതല്ല. അല്ലാഹു ഹറാമാക്കിയതായ ഒരു ശരീരത്തെ നിങ്ങൾ വധിക്കുക എന്നത് അത് മഹാപാപമാണ്, മഹാ അപകടമാണ്, മഹാ തെറ്റാണ്, മഹാവന്തോഷമാണ്. ഒമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, ആരെങ്കിലും ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ ആ കൊന്നതായ വ്യക്തിയിൽ നിന്നിട്ട് അവകാശം നേടാൻ അധികാരമുണ്ട്. ആർക്ക്? കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അവകാശമാണ്. അവന് സ്വയമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അത് ഹാക്കിമിലൂടെ, ഭരണകർത്താവിലൂടെ, മുസ്ലിം നേതാക്കളിലൂടെ ചെയ്യേണ്ടതായ ജോലിയാണ്, ഗവൺമെന്റ് ചെയ്യേണ്ടതായ ജോലിയാണത്. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തിക്ക് രണ്ട് വ്യക്തിയെ കൊല്ലുക എന്നതും പാടുള്ളതല്ല. അവിടെ ലാ യുഖ്തലു ഇല്ലൽ ഖാതിൽ, കൊല്ലപ്പെട്ടവനെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അവിടെയും ശ്രദ്ധിക്കേണ്ട ഭാഗമാണെന്ന് അല്ലാഹു ഇവിടെ വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താനൻ ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ എന്ന ആയത്തിലൂടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലാ തഖ്റബുസ് സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. വ്യഭിചാരം അല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, വ്യഭിചരിക്കരുത് എന്നല്ല ഇവിടെ അല്ലാഹു പറഞ്ഞത്, മറിച്ച് അതിന്റെ മാധ്യമങ്ങൾ, അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതായ കാര്യങ്ങൾ വരേക്കും ചെയ്യരുത്. അത് സെക്സ് ഫിലിം കാണലാവട്ടെ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ നോക്കലാവട്ടെ, അങ്ങനെയുള്ളതായ പല പല മാധ്യമങ്ങൾ ഇന്ന് വ്യാപകമായി കിടക്കുന്നതായ ഒരു മഹാവിപത്താണ്. അങ്ങനെയുള്ള വിപത്ത് ഇന്ന് വ്യാപകമായതുപോലെ ഏത് കാലഘട്ടത്തിലും ലോകത്തിൽ നാം കാണുന്നതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പർദ്ദയുടെ ഉടമകളാണെന്ന് പറയുന്ന ഖുർആനിന്റെ ഉടമകൾ വരേക്കും പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ട് കൂട്ടുകുടുംബക്കാരൊക്കെ പരസ്പരം അങ്ങുമിങ്ങും ഒരേ റൂമിൽ ഇരുന്ന് അങ്ങുമിങ്ങും സ്വർക്കലും, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യയോട്, അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ ഭാര്യയോട്, അതുപോലെ തന്നെ ഒരു വീട്ടിന്റെ അകത്ത് ആര് മെഹ്റം അല്ല എന്നത് മനസ്സിലാക്കാതെ ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയും ഒന്നിച്ച് അങ്ങുമിങ്ങും ഫോട്ടോസുകൾ കൈമാറുകയും ചെയ്യുന്നതായ ദയനീയ അവസ്ഥ നാം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. കാരണം അള്ളാഹുമായുള്ളതായ ടച്ചും ബന്ധവും പേടിയും കുറഞ്ഞു വന്നതാണ്. അള്ളാഹുനോടുള്ള മുറാഖബത്ത്, അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന കാര്യം ശ്രദ്ധിക്കുന്നതിലുള്ളതായ വീഴ്ചയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ഇതിൽ പങ്കുവഹിക്കുന്നതായിട്ട് നാം കാണുന്നു. എത്ര കഷ്ടമാണ്, എത്ര അപകടമാണ്, ഇത്തരം അപകടത്തിലേക്ക് നാം എത്തിച്ചേർന്നു പോയത് എന്തുകൊണ്ടാണ്? ഖുർആനിൽ നിന്നിട്ട് എത്ര ദൂരത്താണ് നാം നിൽക്കുന്നത് എന്ന് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കാരണം ഖുർആൻ എത്രയെത്ര സ്ഥലങ്ങളിലാണ് മാടി വിളിക്കുന്നത്, ഒതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് സംസാരിച്ചത് ഈ പർദ്ദ പറയുന്ന സന്ദർഭത്തിലാണ്. ആർക്ക് ആരെ കാണാൻ പാടുണ്ട്, ആർക്ക് ആരെ കാണാൻ പാടില്ല എന്നതും, ഒരു സ്ത്രീ പർദ്ദ ധരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ ധരിക്കണം എന്നതൊക്കെ വിശദീകരിച്ചതിന് ശേഷം പിന്നെ അള്ളാഹ് പറഞ്ഞ ശരി എന്താണ്? തൂബൂ ഇലല്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയത്തിലേക്ക് മാടി വിളിക്കുകയാണ്, തൗബയിലേക്ക് മാടി വിളിക്കുകയാണ്, പശ്ചാത്താപത്തിലേക്ക് മാടി വിളിക്കുകയാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തയ്യാർ ചെയ്തു വെച്ചതായ സ്വർഗത്തിലേക്ക് എത്തണമെന്ന അള്ളാഹുവിന്റെ നിർബന്ധമാണ്. അതേ സമയത്ത് അള്ളാഹുന്റെ കൽപ്പന പാലിക്കാത്ത വിഭാഗത്തിന് തയ്യാർ ചെയ്തു വെച്ച ജഹന്നമിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണം എന്ന നിർബന്ധം അള്ളാഹുവിനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാടി വിളിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നാം വളരെ ശ്രദ്ധിക്കണം. അത് നടപ്പിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്താലേ സ്വർഗമുള്ളൂ. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ആലയല്ല, ആർക്കും കിടക്കാം, പശുവിനും കിടക്കാം, ആടിനും കിടക്കാം, പോത്തിനും കിടക്കാം. അങ്ങനെയല്ല, അവിടെയെല്ലാം ധാരാളം ചെക്ക് പോസ്റ്റുകളുണ്ട്, ധാരാളം നിബന്ധനകളുണ്ട്, ധാരാളം മലക്കുകൾ അവിടെ അണിയായി നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാം മുമ്പിൽ കൂടി പോകാനുള്ള ആ മഹാഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റുകൾ നിന്നിട്ട് ക്ലിയർ ആവണം. ആ ചെക്ക് പോസ്റ്റ് ക്ലിയർ ആകുന്ന കൂട്ടത്തിൽ നമ്മളോട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞ ഈ വാക്ക് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ എല്ലാവരും പർദ്ദയുടെ കാര്യത്തിൽ പിന്നിലാണ് എന്ന് അല്ലാഹ് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയും പോലെ, ഈ പർദ്ദയുടെ ആദ്യം ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം നിങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇനിമേലിൽ അങ്ങനെയുള്ള തെറ്റ് ചെയ്യരുത്. ഇനിമേലിൽ നിങ്ങൾക്ക് ആരെ കാണാം, ആരെ കാണാൻ പാടില്ല എന്നത് ഖുർആൻ പഠിപ്പിച്ച് തന്നത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ, അത് വീട്ടിൽ പകർത്താൻ, അത് കാറിൽ പകർത്താൻ, അത് നാട്ടിൽ പകർത്താൻ, അത് പരിസരത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കേണ്ടതാണ്. എന്തേ? നമുക്ക് ഇവിടെ താൽക്കാലികമായി ഉല്ലസിക്കാൻ മാത്രമുള്ളതല്ല, താൽക്കാലികമായി ഒന്ന് അങ്ങുമിങ് കണ്ടു ചിരിച്ച് ആഹ്ലാദിച്ച് ജീവിക്കാൻ മാത്രമുള്ളതല്ല നമ്മുടെ ഈ ലോകം. കാരണം ഇവിടെ എല്ലാം നാം ജീവിക്കേണ്ട സ്ഥലം, നമ്മുടെ വീട്, അത് അള്ളാഹു നമുക്ക് തയ്യാർ ചെയ്തു വെച്ചതായ പരലോകമാണ്. ആ വിശാലമായ പരലോകത്തിലുള്ള വിശാലമായ അള്ളാഹുവിന്റെ രമ്യഹർമ്മ്യങ്ങളിലും പൂന്തോപ്പുകളിലും കൊട്ടാരങ്ങളിലും സ്വർഗീയ ജീവിതം നയിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള ജീവിതം കുറച്ച്
പ്രയാസപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടി വരും. അല്പകാലം മാത്രം ചെയ്താൽ മതി. വയസ്സും പ്രായം ഉണ്ടാകുന്നതിന് മുമ്പും യുവത്വം തുളുമ്പുന്ന കാലഘട്ടത്തിലുമാണ് ഇത്തരം കാര്യങ്ങൾ സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നു. ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന മഹാവീഴ്ചയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട് വ്യാപകമായി അറിഞ്ഞിട്ടോ അറിയാതെയോ വ്യഭിചാരങ്ങൾ എന്തുകൊണ്ട് ഇന്ന് നടമാടുന്നു? അതിന് കാരണമെന്ത്? പർദ്ദ വലിച്ചെറിഞ്ഞതുകൊണ്ട്. ആരെ കാണാം, ആരെ കണ്ടൂടാ എന്ന് അള്ളാഹ് ലൈന് പറഞ്ഞു തന്ന, ശരിക്ക് ക്ലിയറായി വ്യക്തമാക്കി പറഞ്ഞു തന്ന, അതെല്ലാം അതിർവിട്ട് കടന്നുകൊണ്ട് നാം അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് വ്യഭിചാരം അറിഞ്ഞിട്ടോ അറിയാതെയോ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത്. അതിനെ അറുതി വരുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞ ശൈലിയാണ് വലാ തഖറബുസ്സിന. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, അതിന്റെ മാധ്യമങ്ങൾ വരെ നിങ്ങൾ ചെയ്തു പോകരുത് എന്നാണ്. എന്നാൽ അത് വ്യഭിചരിച്ചു പോകരുത് എന്നതല്ല. ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. നീട്ടി വലിച്ച് അവിടെ അള്ളാഹ് സംസാരിച്ചില്ല. പല തെറ്റുകളെ കുറിച്ച് പറയും പോലെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ഫാഹിശതൻ, അത് നീച പ്രവർത്തനമാണ്, ഏറ്റവും വെടക്ക് പ്രവർത്തനമാണ്. അതുകൊണ്ട് വെടക്കും നീചവുമായ പ്രവർത്തനം സത്യവിശ്വാസിയായി നിന്നിൽ നിന്നിട്ട്, സത്യവിശ്വാസിനിയായി നിന്നിൽ നിന്നിട്ട് മുസ്ലിമിനോടും മുസ്ലിമത്തിനോടും റബ്ബ് പറയുന്ന ശൈലിയാണ്. അത് ഉണ്ടാവാൻ പാടുള്ളതല്ല, ആ അപകടത്തിൽപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. അതെ, പിന്നെയാണ് ഞാൻ അല്പം മുമ്പ് വിശദീകരിച്ചതായ വലാ തഖ്സുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് എന്ന ആയത്ത് അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിൽ. പിന്നെ അല്ലാഹു തുടരുന്നു വലാ തഖറബു മാലൽ യതീം. നിങ്ങൾ അനാഥ കുട്ടികളുടെ സമ്പത്തിലേക്ക് അടുത്തു പോകരുത്. മാലുൽ യതീം എന്ന് പറഞ്ഞാൽ അനാഥ കുട്ടികളുടെ സമ്പത്തിന്റെ നേതൃത്വം നിന്റെ കയ്യിലാണെങ്കിൽ ആ നേതൃത്വം നീ വഹിക്കുന്ന സന്ദർഭത്തിൽ നീ അതിൽ അവകാശമില്ലാതെ കൈയിടാൻ പാടുള്ളതല്ല. അവർ കഴിവില്ലാത്തവരാണ്, അവർ ശേഷികെട്ടവരാണ്, അവർ ചെറുപ്പക്കാരാണ് കുട്ടികൾ, അവർക്കൊന്നും അറിയുകയില്ല, അവർ നിരപരാധികളാണ് അല്ലെങ്കിൽ നിരപരാധിനികളാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ സമ്പത്തിനെ നീ അവകാശമില്ലാതെ നിന്റെ സമ്പത്ത് പോലെ ചെലവഴിക്കുക, നിന്റെ സമ്പത്ത് പോലെ അതിൽ കൈകടത്തുക, അതിൽ ഇടപെടുക, അത് പാടുള്ളതല്ല. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രൂപം, അഥവാ അവരുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ ആവശ്യമായതായ അതിന് ഭദ്രത നൽകാൻ ആവശ്യമായതായ എന്തെല്ലാം ചെലവുകൾ വരുന്നു ആ ചെലവുകളൊക്കെ ചെലവഴിക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് നീ അതിൽ നിന്നിട്ട് തൊട്ടുപോകാൻ പാടുള്ളതല്ല. അവിടെ അള്ളാഹു ഉപയോഗിച്ച ശൈലിയും വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞ മാതിരി ലാ തഖറബു എന്നതാണ്. കാരണം ഈ സമ്പത്ത് അതുപോലെ തന്നെ പെണ്ണ്, ഈ രണ്ട് കാര്യം മനുഷ്യന്മാരുടെ മുമ്പിൽ പെടുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ വിട്ടു പോകുന്നതായ രണ്ട് കാര്യമാണത്. പലരും ആയിരങ്ങൾ പതിനായിരങ്ങൾ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ഉമനീറിറങ്ങി വരും, ഒന്ന് കിട്ടണം, ഒന്ന് അത് ഉപയോഗപ്പെടുത്തണം, അതുകൊണ്ട് ആസ്വദിക്കണം എന്ന് മനസ്സിലാക്കും. പിന്നെ ചിലര് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ, കാണാൻ പാടില്ലാത്തതായ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ചതായ ശൈലിയാണ് ലാ തഖറബു, നീ അടുത്തു പോകരുത് മാലിൽ യതീം, അനാഥ കുട്ടികളുടെ സമ്പത്തിലേക്ക്. എന്നിട്ട് അല്ലാഹു തുടർന്നു ഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നീ ഉടമ്പടി പാലിക്കണം. നീ ചെയ്ത അഗ്രിമെന്റ് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. കാരണം അഗ്രിമെന്റിനെ കുറിച്ച് പരലോകത്തിൽ, ഉടമ്പടിയെ കുറിച്ച് പരലോകത്തിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഔഫു ബിൽ കൈലി ഇദാ കിൽതും വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. നീ തൂക്കുന്ന സമയത്ത്, അളക്കുന്ന സന്ദർഭത്തിൽ അതിൽ നീ വർദ്ധിപ്പിക്കുകയോ കുറക്കുകയോ ചെയ്യുക എന്നത് മഹാപാപമാണ്. നീ അവിടെ നീതി പാലിക്കേണ്ടതാണ്. നീതി പാലിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ദാലിക ഖൈറുൻ, അതാണ് അവർക്ക് ഉത്തമം, വഅഹ്സനു തഅവീല, നല്ല മാർഗം, ശരിയായ മാർഗം അതാണ് എന്ന്. തൂക്കുന്ന സമയത്തും അളക്കുന്ന സമയത്തിലും അഥവാ നാം കണക്ക് കൂട്ടുമ്പോൾ നാം അങ്ങോട്ട് കൊടുക്കാനുള്ളത് അത് കൃത്യമായി കൊടുക്കാൻ വേണ്ടി പാടുപെടുക. ഇങ്ങോട്ട് കിട്ടാനുള്ളത് അതിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തില്ലെങ്കിൽ തിരക്കേടില്ല. കൊടുക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവരുടെ അവകാശം നിറവേറ്റുന്ന കാര്യത്തിൽ അവിടെ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് നാം തൂക്കുന്നയും അളക്കുന്നയും സന്ദർഭത്തിൽ നാം അവിടെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്ന് ഈ ആയത്തിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പഠിപ്പിക്കുന്നു. ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ 17 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ടൈം അവസാനിക്കും. മദീന ഖുതുബ വിശദീകരിക്കാൻ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, പ്രശ്നമില്ല. കാരണം മദീനയിലുള്ളതായ ഇമാം ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഇന്ന് ചർച്ച ചെയ്തതായ വിഷയം നാം ഇപ്പോൾ സംസാരിക്കുന്നതായ വിശാലമായ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുന്നതായ ഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നാം അവരുടെ ഖുതുബയിൽ നിന്നിട്ട്, അവരുടെ വിഷയത്തിൽ നിന്നിട്ട് ദൂരം പോകുന്നുമില്ല. അല്ലാഹു തുടർന്നു വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം
إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تخف ما ليس لك به علم. നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ, ഇൽമില്ലാത്ത കാര്യത്തിൽ നീ കൈയിടാൻ നിൽക്കരുത്. ശ്രദ്ധിക്കേണ്ടതാണ്. ഏത്? നമുക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നാം ഫത്വ നൽകാൻ നിൽക്കരുത്. നമുക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നാം അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിൽക്കരുത്. നാം വല്ല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാത്ത രൂപത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കരുത്. നാം അതിനെ കുറിച്ച് ചോദിക്കപ്പെടും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കാത്, നിന്റെ കാഴ്ച, അതുപോലെ തന്നെ വൽ ഫുആദ നിന്റെ ഹൃദയം, ഇവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നീ വല്ല കാര്യങ്ങളിലും കൈയിടുമ്പോൾ നിനക്ക് കൈയിടാൻ സാധിക്കുന്ന കാര്യമാണോ? നീ അതിന് അർഹനാണോ? നീ ചർച്ച ചെയ്യാൻ അർഹതയുള്ള വിഷയമാണോ അത്? നിനക്ക് അതിൽ പാണ്ഡിത്യമുണ്ടോ? നീ അത് കൈയാളിയാൽ നിനക്ക് അതിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഖുർആൻ പറഞ്ഞ രൂപത്തിൽ, സുന്നത്ത് പറഞ്ഞ രൂപത്തിൽ ആ വിഷയത്തെ കൈയാളാനുള്ളതായ വിജ്ഞാനപരമായ കഴിവ് നിന്നിലുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് കൈയാളാൻ പാടുള്ളൂ. അതാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് ഇൽമില്ലാത്ത കാര്യത്തിൽ നീ കൈയിടാൻ നടക്കരുത്. അതിൽ നിന്നോട് അള്ളാഹ് കൽപ്പിക്കുന്ന കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലല്ലാതെ ആ വിഷയത്തെ കൈയാളാൻ നിനക്കൊണ്ട് സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പില്ലെങ്കിൽ അത് നീ ഒഴിവാക്കി കളയണം എന്ന് പറയും പോലെ. അതെ, വലാ തംശി ഫിൽ അർളി മറഹ. പിന്നെ അള്ളാഹു തുടരുന്നു, നീ ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. നീ നടക്കുന്ന നടത്തത്തിൽ, നീ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും നീ വിനയത്തോടു കൂടിയായിരിക്കണം. പ്രത്യേകിച്ച് നിന്നേക്കാൾ കഴിവില്ലാത്തവർ, നിന്നേക്കാൾ ശേഷികെട്ടവർ, നിന്നേക്കാൾ സാമ്പത്തിക ശേഷിയില്ലാത്തവർ, അവരുടെ മുമ്പിലെല്ലാം നീ അഹങ്കാരായി ജീവിക്കുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകും. ആ പ്രയാസപ്പെടാൻ നീ കാരണമായി തീരരുത്. എപ്പോഴും നീ വിനയത്തോടു കൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ അഹങ്കാരിയായി ജീവിച്ചാൽ നിനക്ക് ഭൂമിയെ പിളർത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിനക്ക് ഈ കാണുന്ന പർവ്വതത്തിന്റെ ആ വലിപ്പമുള്ളതായ, ആ ശക്തിയുള്ളതായ, ആ നീളമുള്ളതായ ആളായി നിനക്ക് മാറാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നിന്നെ കൊണ്ട് എന്താ സാധിക്കുക? നീ നിന്യനാണ്. നിന്റെ കൂടെ ഒന്നുമില്ല. നിന്റെ കൂടെ അള്ളാഹ് തന്ന കഴിവല്ലാതെ, അള്ളാഹ് തന്ന കഴിവിൽ കൂടിയാണ് നീ ഈ ഗംഗേമനായിട്ട്, ഈ കഴിവുള്ള ആളായി നടക്കുന്നത്. നീ എന്ത് കാരണത്താൽ, എന്തിലൂടെ അഹങ്കരിക്കുന്നു? അഹങ്കരിക്കാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? നിന്റെ മുമ്പിലുള്ളതായ പർവ്വതത്തിന്റെ കഴിവ് വരെ നിന്റെ കയ്യിലില്ല. ആ പർവ്വതം നിന്നേക്കാളും വലുപ്പമുള്ളതാണ്. അതിന്റെ വെയിറ്റും അതിന്റെ നീളവും അതൊക്കെ നിന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുമ്പിൽ നീ ഒന്നുമല്ല. അതുപോലെ തന്നെ നീ കാണുന്ന ഭൂമി, ആ ഭൂമിയെ നിനക്ക് പിളർത്താൻ സാധിക്കുമോ? അതും സാധിക്കുന്നതല്ല. ഇന്നക്ക നീ അഹങ്കാരിയായിട്ട് നീ ജീവിക്കുന്ന ജീവിതത്തിൽ നിനക്ക് എന്ത് കാട്ടാൻ സാധിക്കും? നിന്നെ കൊണ്ട് ഒന്നും കാട്ടാൻ സാധിക്കുന്നതല്ല. കാരണം നീ നിന്യനായതുകൊണ്ട് തന്നെ, നീ ശേഷികെട്ടവനായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നീ അഹങ്കരിച്ചിട്ട് ജീവിക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതായ ഭാഗമാണ്. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹ. നീ ജീവിക്കുന്ന സന്ദർഭത്തിൽ, നീ നടക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. എന്നിട്ട് ആയത്തിന്റെ സമാപനത്തിൽ അല്ലാഹു പറയുന്നു, കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. ഇതുവരെ പറഞ്ഞതായ ഈ കാര്യങ്ങൾ, അതിന്റെ വടക്ക് വശങ്ങൾ, അത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. ഇതുവരെ നീ കേട്ടതായ കാര്യങ്ങൾ തൗഹീദ് കൊണ്ട് ആരംഭിച്ചു. ആ തൗഹീദ് കൊണ്ട് ആരംഭിച്ചിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളിലേക്ക് സൂചന നൽകിയിട്ട് അള്ളാഹ് പറയുകയാണ്, അതിൽ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഉണ്ടല്ലോ, ആ വിരോധിച്ച കാര്യങ്ങൾ, അതിന്റെ നെഗറ്റീവ് വശം അത് അള്ളാഹു വെറുക്കുന്ന വശമാണ്, വെറുക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ആ വെറുക്കുന്ന ഭാഗത്തിലേക്ക് നീ ചെല്ലാതിരിക്കാൻ, അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ജീവിതം നീ നയിക്കാൻ നീ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നീ നിർബന്ധം പുലർത്തേണ്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ എന്തിന്റെ? തൗഹീദിന്റെ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അല്ലാഹുവിന് ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുക. അതിൽ നാം കരിഞ്ചന്ത ചേർക്കാൻ പാടുള്ളതല്ല, അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഇന്നത്തെ യുഗത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കോപിക്കുന്ന കാര്യം ലോകത്തിൽ നടമാടിക്കൊണ്ടേയിരിക്കുന്നത് അത് അല്ലാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹു നൽകേണ്ടതായ അവകാശം ഷിട്ടുകൾക്ക് നൽകുക, ജിന്നുകൾക്ക് നൽകുക, വ്യക്തികൾക്ക് നൽകുക, വസ്തുക്കൾക്ക് നൽകുക എന്നീ മഹാ അപകടമാണ് ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ചെയ്തുകൊണ്ടേയിരിക്കുന്ന തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റായതുകൊണ്ട് തന്നെ ആ തെറ്റ് നിങ്ങൾ ചെയ്തു പോകരുത് എന്ന് ഈ 17ഓളം നിയമാവലികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികൾ പറഞ്ഞതായ സന്ദർഭത്തിൽ ആദ്യം തുടങ്ങി വെച്ചത് ലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖറ. നിങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു
അല്ലാതെ വേറെ ഇലാഹിനെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കൽ അള്ളാഹു അല്ലാത്ത ഇലാഹാക്കലാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അള്ളാഹു തുടർന്നു വലാ തജ്അൽ മഅല്ലാഹി ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറാ. നീ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയും അറക്കുകയും അള്ളാഹുവിനെ അവഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു ഇത്രയും നിർബന്ധ രൂപത്തിൽ ശക്തിയായ ഭാഷയിൽ അള്ളാഹു നമ്മളോട് ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം സംസാരിച്ച ശേഷം അതിനെയൊന്നും വില വെക്കാതെ അതിനെയൊന്നും കൂട്ടാക്കാതെ നാട്ടിൽ നടക്കുന്ന ഒഴുക്കൻ ശൈലിക്കനുസരിച്ചിട്ട് നാം ജീവിക്കാൻ തീരുമാനിച്ചു. നാട്ടിൽ നടക്കുന്നതായ ബഹുഭൂരിപക്ഷത്തിന്റെ ബേക്കിൽ അണിനിർന്നുകൊണ്ട് നാം അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുവാനും അള്ളാഹുലേക്ക് അള്ളാഹുന്റെ ശക്തികളെ കാറ്റിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ, വസ്തുക്കളെ, വ്യക്തികളെ തുല്യപ്പെടുത്തുവാനും തീരുമാനിക്കുകയാണെങ്കിൽ, അതിൽ നാം തുനിയുകയാണെങ്കിൽ, അതിലേക്ക് നാം കച്ചകെട്ടി പുറപ്പെട്ട് നമ്മുടെ ജീവിത രീതി അങ്ങനെ തന്നെയാക്കി മാറ്റണം. അതാണ് മുസ്ലിങ്ങളുടെ ജീവിതം എന്ന രൂപത്തിലാക്കി ഇപ്പോൾ മാറിപ്പോയിരിക്കുകയാണ്, മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ആ രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹ് പറയുന്നു ഫതുൽഖാ ഫീ ജഹന്നം, നിന്റെ ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടും. മലൂമൻ മദ്ഹൂറ, സാധാരണ വലിച്ചെറിയപ്പെടലല്ല, അക്ഷയപാർഹനായ രൂപത്തിൽ, നിന്ദ്യനായ രൂപത്തിൽ നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വളരെ ശക്തിയായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ 17ഓളം കൽപ്പനകളുടെ സമാപനം കുറിച്ചത് സൂറത്തുൽ ഇസ്രായിൽ. ഇത് ഖുർആനിന്റെ പല ശൈലികളിൽ ഒരു ശൈലിയാണ്. നിയമാവലികളെയും വിധിവിലക്കുകളെയുമെല്ലാം ഒരേ സ്ഥലങ്ങളിൽ ഇങ്ങനെ തർത്തീബായി വഴിക്ക് വഴിയായി പറഞ്ഞുകൊണ്ട് അതിലുള്ളതായ ദൂഷ്യവശങ്ങളെ പ്രത്യേകം ഉണർത്തിയും കൊണ്ട് വിവരിക്കുക എന്നത് കാരണം നമ്മെ രക്ഷപ്പെടുത്താൻ, മനുഷ്യരാശിയെ രക്ഷപ്പെടുത്താൻ, അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് തുടങ്ങി തൗഹീദ് കൊണ്ട് സമാപിച്ച ഏകദേശം 18ഓളം സൂറത്തുൽ ഇസ്രായിലുള്ളതായ ആയത്തുകളെ കുറിച്ചായിരുന്നു ഇന്ന് മക്ക ഇമാം ഡോക്ടർ അബ്ദുള്ള അൽ അവാദ് അൽ ജുഹനി എന്ന പണ്ഡിതൻ സംസാരിച്ചത്. പിന്നെ മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഞാൻ പറഞ്ഞതുപോലെ അൽ ഔദ ഇലല്ലാഹ് എന്ന തലക്കെട്ടുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. അള്ളാഹുലേക്ക് മടങ്ങുക, റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങുക, അഭിമാനത്തിലേക്ക് മടങ്ങുക. അഭിമാനം നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ മാത്രമാണ്. വിജയം അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ മാത്രമാണ്. പരലോക മോക്ഷം അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ മാത്രമാണ്. അള്ളാഹുവിന്റെ ആ വിധി വിലക്കുകളെ ശരിക്കും മനസ്സിലാക്കി ആ ഇസ്മത്ത് നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അഥവാ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ നിന്നിട്ട് വിട്ടു നിൽക്കലും അള്ളാഹുവിന്റെ ആ കലിമത്ത് തൗഹീദ് അത് പിടിച്ചുകൊണ്ട് ആ പിടികയറെ പിടിച്ചുകൊണ്ട് അണിനിരക്കുകയും ഏകീകരിക്കുകയും അനൈക്യമില്ലാതിരിക്കുകയും ഐക്യത്തോടു കൂടി ജീവിക്കുകയും എന്നിട്ട് നസീഹത്ത് നമ്മുടെ ജീവിതത്തിന്റെ ജീവിത ശൈലിയായി മാറുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആർക്കാണ് നസീഹത്ത്? അള്ളാഹുവിനും അള്ളാഹിന്റെ കിതാബിനും അള്ളാഹുവിന്റെ റസൂലിനും അതുപോലെ തന്നെ അയിമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിം നേതാക്കൾക്കും വആമ്മത്തിഹിം, പൊതു മുസ്ലിങ്ങൾക്കും, ഇവർക്കെല്ലാം നാം ഗുണകാംക്ഷിയായി ജീവിക്കണം. അങ്ങനെ ഗുണകാംക്ഷിയായി ജീവിക്കുമ്പോൾ നാം ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇഖ്ലാസോടുകൂടിയും മുതാബഅ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പിന്തുടർച്ച കൈകൊണ്ട് ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം ഈ നസീഹത്ത് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നതായ അന്നസീഹത്തു ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് നാസിഹായി മാറുക. എങ്ങനെ അള്ളാഹുവിന്റെ ഗുണകാംക്ഷിയായി മാറുക? അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ശരിക്കും പഠിക്കുക, ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക, എന്നിട്ട് അതിനെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക. അള്ളാഹുവിന്റെ റസൂലിനോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിവിലക്കുകൾ കൽപ്പനകൾ ജീവിത രീതി പഠിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരുടെ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതാണ് അവരോടുള്ളതായ നസീഹത്ത്. അതുപോലെ തന്നെ അയിമ്മത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ നേതാക്കൾ, സത്യവിശ്വാസികളുടെ നേതാക്കൾ അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽ അവരനുസരിക്കുക, അവരുടെ കൽപ്പന അനുസരിച്ചിട്ട് നാട്ടിൽ കുഴപ്പമില്ലാതാക്കുന്ന രൂപത്തിൽ പൊട്ടിപ്പുറപ്പെടലുകളോ അതുപോലെ തന്നെ പൊട്ടിത്തെറികളോ ഇല്ലാത്ത രൂപത്തിൽ അവരെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ നിയമാവലികൾ നടപ്പാക്കുന്ന സൗദി അറേബ്യ പോലത്തതായ നാടുകളിലാകുമ്പോൾ അവിടുത്തെ ഇമാമുകളെ, അവിടുത്തെ നേതാക്കളെ അനുസരിക്കുക. അതൊക്കെ ആ ഇനത്തിൽപ്പെട്ടതാണ്. മുസ്ലിങ്ങൾക്ക് ആ സകലം ഗുണകാംക്ഷിയായി ജീവിക്കുക, അതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് ആ സകലം നാം ഗുണകാംക്ഷിയാവണം എന്ന് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഓതിയതായ പ്രസംഗത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയ ആ മസ്ജിദുൻ നബവിയിൽ ആ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ ഖുതുബ ഓതിയ സമാപനത്തിൽ അദ്ദേഹം ഓതിയതായ ഒരു ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സമാപിക്കാം.
സമാപിക്കാം. അല്ലാഹു പറയുന്നു അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ആരാണ് സത്യവിശ്വാസികൾ? ആരാണ് സത്യവിശ്വാസികൾ? അവർ പരസ്പരം അങ്ങുമിങ്ങും കാര്യകർത്തൃത്വം ഏറ്റെടുത്തവരാണ്. അവർ അങ്ങേയറ്റം അങ്ങുമിങ്ങും സഹകരണങ്ങൾ ചെയ്യുന്നവരാണ്. ആ സഹകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗം യഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൊണ്ട് അവർ ഉപദേശിക്കും, കൽപ്പിക്കും. വയൻഹൗന അനിൽ മുൻകർ, അത് തിന്മയെ അവർ വിരോധിക്കും. വയഖീമൂന അസ്സലാ, 5 വഖ്ത് നമസ്കാരം അവർ നിർവഹിക്കും ജമാഅത്തോട് കൂടി പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട്. വയുതൂന സകാത്ത, അവർ നിർബന്ധമായ ബാധ്യതയായ സമ്പത്തിന്റെ സകാത്ത് അവർ കൊടുക്കും. വയുതീഊന അല്ലാഹ വറസൂല, അവർ അല്ലാഹുവിനെ അനുസരിക്കും, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കും. ഉലൈക, ആ വിഭാഗം സയർഹമുഹുമുല്ലാഹ്, അവർ അല്ലാഹു അനുഗ്രഹിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹ് മാന്യനാണ്, അല്ലാഹ് ഹകീമാണ്. ഈ ആയത്ത് കൊണ്ടാണ് ഇന്ന് മദീന ഇമാം അദ്ദേഹത്തിന്റെ സംസാരത്തെ സമാപിച്ചത്. ഏതായാലും 2 വിഷയവും നല്ല പ്രാധാന്യം നൽകേണ്ട, പരത്തി നിരത്തി പറയേണ്ട വിഷയമാണ്. നമ്മുടെ സമയത്തിന്റെ പരിധി അനുസരിച്ച് ഞാൻ അല്പം ഇപ്പോൾ സംസാരിച്ചു. അത് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം കേട്ടതനുസരിച്ചിട്ട് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് വന്നു പോകുന്ന വീഴ്ചകളെ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മതത്തെ വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലൂടെയും ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ആത്മാർത്ഥതയും നമുക്കെല്ലാവർക്കും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നൽകുമാറാകട്ടെ. ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ നിന്നിട്ട് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചതായ മക്കയിലും മദീനയിലും നടന്നതായ ഖുത്ബയുടെ ഈ പരിഭാഷയുടെ ചുരുക്കരൂപം സാധാരണ ആഴ്ചതോറും കേൾക്കാറുള്ളതാണ്. ആഴ്ചതോറും കേൾക്കുന്നതായ സുഹൃത്തുക്കൾ അല്ലാത്തവർക്ക് അതിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുക, മറ്റുള്ളവർക്ക് അതിന്റെ ആ അനുഗ്രഹം വ്യാപകമാക്കാൻ വേണ്ടി പാടുപെടുക. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീന വഅദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.